എല്ലാവർക്കും നമസ്കാരം. അപ്പോഴേ കുറച്ച് ദിവസങ്ങൾ കൊണ്ടുണ്ടല്ലോ, രാത്രി ഒരു 9 മണി കഴിയുമ്പോൾ തൊട്ടേ കറണ്ട് അങ്ങ് പോകും. ഞങ്ങളിവിടെ കറണ്ട് പോകും, ഇച്ചിരി കഴിയുമ്പോൾ കറണ്ട് വരും, വീണ്ടും പോകും, വീണ്ടും വരും. ഇത് തന്നെ 3-4 ദിവസം കൊണ്ടുള്ള പരിപാടി. 12 മണി 12:30 1 മണിയൊക്കെ ആവും തിരിച്ച് പഴയ രീതിയിലൊന്നാവണം. അപ്പോൾ ഇപ്പോഴത്തെ അവസ്ഥ നമുക്ക് അന്തരീക്ഷം അറിയാമല്ലോ, ഭയങ്കര ചൂടും കാര്യങ്ങളൊക്കെ അല്ലേ. ഞാനുൾപ്പെടെ എല്ലാവരും ഇങ്ങനെ വീശി ഇങ്ങനെ ഇരിക്കും. KSEB വിളിക്കും, KSEB വിളിക്കുമ്പോൾ കിട്ടത്തില്ല. അങ്ങനെ ആയി ഞങ്ങൾ ഇന്ന് രാവിലെ തന്നെ ഞങ്ങൾ KSEB പോയി. ഇതെന്തോ കാര്യമെന്ന് അറിയണമല്ലോ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവിടെ ഉദ്യോഗസ്ഥർ അവർ പറഞ്ഞത്, ദേവികുളങ്ങര, അതായത് ഗോവിന്ദമുട്ടം ദേവികുളങ്ങര സ്ഥലത്ത് അവിടെ വടക്കേഞ്ഞിലിമൂട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടുന്ന് കുറച്ച് അങ്ങോട്ട് മാറി വയലിനകത്ത് 7 പോസ്റ്റുകളോളം വീണ് ഒടിഞ്ഞു മാറി കിടക്കുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വെച്ചത് 7 പോസ്റ്റുകളൊക്കെ പെട്ടെന്ന് എങ്ങനെ ഇത് ഒടിഞ്ഞു മാറുന്നത്, അതെങ്ങനെ പറ്റുമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവിടെ അന്വേഷിക്കാൻ ചെന്നു. അപ്പോൾ അന്വേഷിക്കാൻ ചെന്നപ്പോഴത്തെ കാഴ്ച നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് ഒടിഞ്ഞു വീഴാനുള്ള കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വയലിനകത്താണ് ഇത് നിൽക്കുന്നത്. അപ്പം വർഷങ്ങളോളം പഴക്കം ഇങ്ങനായി നിൽക്കുക. അപ്പോൾ അന്ന് ആ സമയത്ത് അവിടെ ഉപ്പുവെള്ളം കയറത്തില്ലായിരുന്നു. ഇപ്പം കാലക്രമേണ ആ കണ്ടത്തിലെല്ലാം വയലിലെല്ലാം ഉപ്പുവെള്ളം കയറി തുടങ്ങി. അത് കടലിൻ്റെ ആ ഭാഗത്ത് കുറച്ച് മാറിയുള്ള സ്ഥലമാണ്. അപ്പോൾ ഉപ്പുവെള്ളം കയറി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പോസ്റ്റുകളെല്ലാം ദ്രവിച്ച് ഇതെല്ലാം ഓരോന്നായിട്ട് വീഴാൻ തുടങ്ങി. അപ്പോൾ ഞങ്ങളിവിടെ വന്ന് കണ്ടപ്പോഴാണ് ഈ ഒരു സത്യാവസ്ഥ പറഞ്ഞത്. അപ്പോൾ എല്ലാ ആൾക്കാരും, ഞാനുൾപ്പെടെയുള്ള ആൾക്കാരെല്ലാവരും ഇങ്ങനെ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് ഇങ്ങനെ കടിച്ചമർത്തപ്പെട്ടിരിക്കുക. പക്ഷേ എനിക്കിപ്പം വന്ന് കണ്ടപ്പോഴാണ് കാര്യം മനസ്സിലായി. അപ്പോൾ ഞാൻ നിങ്ങളെ ഇത് കാണിച്ചു തരാം എങ്ങനെയാണ്. എൻ്റെ സംശയങ്ങൾക്കൊക്കെ മറുപടി പറയാനായിട്ട് KSEB CITU യൂണിയൻ സെക്രട്ടറിയാണ് എന്താ പറ്റിയല്ലോ ഇത്? ഞങ്ങളെല്ലാം കുറച്ച് ദിവസം കൊണ്ട് ഇങ്ങനെ 9 മണി കഴിയുന്നിടം തൊട്ട് വിശറിയായിട്ട് ഇങ്ങനെ ഇരിക്കുക. ഇത് അപ്രഖ്യാപിതമായിട്ട് സംഭവിച്ച ഒരു സംഭവമാണ്. കാര്യം എന്ന് വെച്ചാൽ കുറേ കാലങ്ങളായിട്ട്, അതായത് 14ഓളം വർഷങ്ങളായി നമ്മുടെ ഈ ലൈൻ, അതായത് കുറ്റികുളങ്ങര 110 kV സബ്സ്റ്റേഷനുണ്ട്, ഓച്ചറ 33 kV സബ്സ്റ്റേഷനിലോട്ട് വരുന്നത് ഈ പറയുന്ന പോലെ കുഞ്ചപ്പാടങ്ങളും ഈ പറയുന്ന ഇടപ്പൂടുകളും എല്ലാം വഴിയാണ് ഇത് കടന്നു വരുന്നത്. അപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസ് തന്നെ ഭയങ്കര ദുർഘടമാണ്. അങ്ങനെ എന്നിരുന്നാലും ജീവനക്കാർ ഇപ്പോൾ തന്നെ നിങ്ങൾ കണ്ടതല്ല, എത്രയോ ദിവസങ്ങളുണ്ട്, 5 ദിവസം കൊണ്ട് അഹോരാത്രം പണി ചെയ്യുകയാണ്. അങ്ങനെ പണി ചെയ്ത് ജനങ്ങൾക്ക് എത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ട രീതിയിലുള്ള വൈദ്യുതി കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഇവിടുത്തെ ഓഫീസർമാരും ജീവനക്കാരും ഞങ്ങൾ റേഡിയോയുടെ സംഘടനകളും എല്ലാവരും കൂടെ ഇടപെട്ടുകൊണ്ട് വളരെ ഫാസ്റ്റായിട്ട് ഈ വൈദ്യുതി കൊടുക്കുന്നതിന് വേണ്ടി. കാര്യം രാത്രി കാലങ്ങളായ പരീക്ഷ ടൈമാണ്. അപ്പോൾ ജനത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമാണ്. ഈ സാഹചര്യങ്ങളെല്ലാം മനസ്സിലാക്കിക്കൊണ്ടാണ് ജീവനക്കാരുടെ പരിമിതി നിന്നുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇല്ലാത്ത മെറ്റീരിയൽസ് പല സ്ഥലത്തുനിന്നും കണ്ടെത്തിക്കൊണ്ടുവന്ന് ഓഫീസർമാരും തൊഴിലാളികളും എല്ലാവരും കൂടെ സംയുക്തമായിട്ട് ചേർന്നുകൊണ്ടാണ് ഈ വർക്ക് പുരോഗമിക്കുന്നത്. ഏകദേശം ഇന്ന് വൈകിട്ടോടെ തന്നെ നമുക്ക് ഈ ലൈവ് പുനഃസ്ഥാപിക്കാൻ കഴിയുന്ന ഒരു ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് ഈ നാട്ടുകാരുടെ, പ്രത്യേകിച്ച് ഈ കരുനാഗപ്പള്ളി, ആലപ്പാട് പഞ്ചായത്ത്, കാപ്പന പഞ്ചായത്ത്, ദേവികുളങ്ങര പഞ്ചായത്ത്, ഓച്ചറ പഞ്ചായത്ത്, അങ്ങനെ പ്രാന്തപ്രദേശങ്ങളിലുള്ള, അതായത് ഇതിൻ്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്ന വേറെ പഞ്ചായത്തുകളുണ്ട്. കാര്യം സപ്ലൈ ആക്റ്റീവായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഓവർലോഡ് കൊണ്ട് അതാണ് ഈ 10 മിനിറ്റ് നിങ്ങൾക്ക് സപ്ലൈ പോകുന്നത്. അപ്പോൾ മാന്യമായ ജനങ്ങൾ ഞങ്ങളോടൊക്കെ നല്ല രീതിയിലുള്ള സഹകരണങ്ങൾ, അവർ ഈ ബുദ്ധിമുട്ടുണ്ടായിട്ട് പോലും നമ്മളിവിടെ സഹകരിക്കുന്നുണ്ട്. എന്നാലും ചില ഭാഗത്തൊന്നും നമുക്ക് വിഷമം വരുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കും. എന്നാലും അവർ നമ്മളോടൊപ്പം നിൽക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഈ എല്ലാവരും ഞങ്ങളോട് സഹകരിച്ച മൊത്തം ജനങ്ങൾക്കും ഞങ്ങൾ ഈ KSEBയുടെ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് ഇവിടെ വന്നിടം വരെ എനിക്ക് ഇതേണൊക്കെ ഭയങ്കര ദേഷ്യത്തിലാണ് ഞാൻ വന്നത്. പക്ഷേ വന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് സംഭവം അതല്ല, നമ്മളിപ്പോൾ റോഡ് സൈഡിൽ എവിടെയൊക്കെ നിന്ന് ചെയ്യുന്നതാണ് ഇത്രയൊക്കെ ചെളിക്കകത്ത് നിന്നാണ് അവർ ചെയ്യുന്നത്. ഇതിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ കടൽ, ഈ ആഗോള ഹാർബറുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു പ്രദേശമാണ്. ആഗോള താപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ജലനിരപ്പ്, സമുദ്രനിരപ്പ് ഉയരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പുഞ്ചകളിൽ നിന്ന് വെള്ളം പൊങ്ങുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു സാധാരണ ലെവലിലാണ് ബഫ് ചെയ്ത് ഈ പോസ്റ്റുകൾ നിർത്തിയിരിക്കുന്നത്. അതിൻ്റെ മേളിൽ ഉപ്പുവെള്ളം കയറുന്നതുകൊണ്ടാണ് ആ ഭാഗം കൊണ്ടാണ് തുമ്പിച്ചു പോകുന്നത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ ബാക്കി പണികളിലൂടെ ചെയ്തു തീർത്തുകൊണ്ട് നമുക്ക് ഈ 33 എന്ന് പറയുന്ന 33 kV മാത്രം ഒരു ലൈൻ സബ്സ്റ്റേഷൻ മാത്രമേ നമുക്ക് ഓച്ചറ പ്രദേശത്ത് വൈദ്യുതി കൊടുക്കാനുള്ളൂ. അപ്പോൾ അതിൻ്റെ അടിയന്തരമായിട്ടുള്ള പ്രവർത്തനങ്ങൾ മേൽ ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും. അപ്പോൾ അതനുസരിച്ച് നമ്മളിത് ക്രമീകരിച്ചുകൊണ്ട് ഈ ബന്ധപ്പെട്ട എല്ലാവരെയും ഇത് ശ്രദ്ധയെ കൊണ്ടുവന്നുകൊണ്ട് നമ്മളിതിൻ്റെ ഒരു പ്രവർത്തനം നടത്തുമെന്നാണ് നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ജനങ്ങൾ ഞങ്ങളോട് സഹകരിക്കണം. അവരുടെ എല്ലാവിധ ബുദ്ധിമുട്ടുകളും ഞങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് മാത്രമാണ് ഇപ്പോൾ പറയാനുള്ളത്. ഞാനിപ്പോൾ ഇവിടെ വന്നതേണ്ട നമ്മുടെ ഇവിടുത്തെ ഓച്ചറ KSEBയുടെ അസിസ്റ്റൻറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഉണ്ട്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, അതുപോലെ തന്നെ സബ് എഞ്ചിനീയർ ശ്രീകാന്ത് സാറ്, ഇവരെല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. ഈ ഒരു സംഭവം കഴിഞ്ഞ ശനിയാഴ്ചയാണ് നടക്കുന്നത്. ശനിയാഴ്ച നടന്ന് അന്ന് തൊട്ട് തന്നെ ഇവരെല്ലാവരും, എനിക്കിപ്പം വന്ന് കണ്ടപ്പോൾ മനസ്സിലായി, എല്ലാവരും ഇത് തന്നെ കേന്ദ്രീകരിച്ച് നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും ശരിയാക്കി കൊണ്ടുവന്ന് ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി അവർ നിൽക്കും. അപ്പോൾ അവരുമായിട്ടെല്ലാം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവരെല്ലാം ഇതിനു വേണ്ടി തന്നെ കഷ്ടപ്പെടുക.
അതായത് കായംകുളത്ത് നിന്നും ഓച്ചിറ സബ് സ്റ്റേഷനിലേക്കുള്ള സപ്ലൈ പോകുന്ന ലൈനിൽ നിന്ന് കടന്നു പോകുന്നത് തന്നെ നമ്മൾ ഈ പുതുപ്പള്ളി തഴത്തോടിൻ്റെ കരയിൽ കൂടിയാട്ടോ. അപ്പോൾ ഈ തോടിൻ്റെ ഇരുവശങ്ങളും ഏകദേശം ഒരു 8 കിലോമീറ്റർ ദൂരം ഇങ്ങനെ പോകുക. നമ്മൾ ഇതിൻ്റെ 3/4 കിലോമീറ്റർ ദൂരത്തിൽ, ഇതിന് 3/4 കിലോമീറ്ററും ദൂരത്തിൽ 7 പോസ്റ്റുകളാണ്. 3/4 കിലോമീറ്റർ ദൂരത്തിൽ 7, 1, 2 അല്ല 7 പോസ്റ്റുകളാണ് ആ ശനിയാഴ്ച അത് ഒടിഞ്ഞു വീണത്. അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടേക്ക് പോസ്റ്റുകളൊന്നും എത്തിക്കാൻ റോഡ് സൗകര്യമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ റോഡ് സൈഡിലൊക്കെ ആണെങ്കിൽ നമുക്ക് വണ്ടി കൊണ്ടുവന്ന് ഇത് ഇറക്കാം. പക്ഷേ റോഡ് സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇത് ആളുകൾ ഇപ്പം നമ്മളെ മാൻ പവർ തന്നെയാണ് കേട്ടോ, മാൻ പവർ തന്നെ ഇത് കൊണ്ടുവരുന്നത്. എന്നാലും ഭയങ്കര റിസ്ക് എടുത്താണ് ഇത് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ കൊണ്ടുവരുന്ന കൂട്ടത്തിൽ ഒരു വീടിൻ്റെ മതിലൊക്കെ കുറച്ച് ഇടിഞ്ഞ് പൊളിഞ്ഞ് പിന്നെ KSEB അവർക്ക് നഷ്ടപരിഹാരമൊക്കെ കൊടുത്ത് അങ്ങനെയൊക്കെയാണ് അത് ഇപ്പുറത്ത് കൊണ്ടുവന്നത്. അതേപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാളത്തിൽ കൂടി 200 മീറ്റർ ദൂരം ഈ പോസ്റ്റുകൾ 25 ആളുകൾ ചുമന്നുകൊണ്ടാണ് വന്നത്. പിന്നെ അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നിലവിൽ ഓച്ചിറയിലെ കോൺട്രാക്ടറുടെ കീഴിലൊന്നും ഈ ചെളിയിൽ ജോലി ചെയ്ത് പരിചയമുള്ള പണിക്കാരൊന്നും ഇല്ല. അപ്പോഴെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പരിചയം ഉള്ള പണിക്കാർ തന്നെ വന്ന് ഇത് ഇത്ര റിസ്ക് എടുത്ത് ഇത് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പം കുട്ടനാട്ടിൽ നിന്നും ജോലിക്കാരെയൊക്കെ എത്തിച്ച് അവർ മുട്ടറ്റൻ ചെളിയിൽ നിന്ന് ഞാനിപ്പോൾ നേരിട്ട് കണ്ട് മുട്ടറ്റൻ ചെളിയിൽ നിന്ന് ഭയങ്കര റിസ്ക് എടുത്താണ് ഈ പോസ്റ്റ് വലിച്ച്, അതും വളരെയേറെ ഭയങ്കരമായിട്ട് അത് അവർ കഷ്ടപ്പെട്ട് അവരത് വലിച്ചു ചേർത്തി അത് മേളിൽ കയറ്റുന്നത്. അതേപോലെ തന്നെ അവർ ഇന്നത്തനം കൊണ്ട് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത് നേരിട്ട് നമുക്ക് കറണ്ട് തരാൻ പറ്റത്തില്ലെങ്കിൽ ലൈൻ വലിച്ചെങ്കിലും അവർ ഇന്ന് തൊട്ട് ഇതെല്ലാം ശരിയാക്കുമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളൊക്കെ 10 മിനിറ്റ് സജിയെ അറിയോ? സജിയാണ് ഞങ്ങള് അകന്ന് ബന്ധുക്കളാണ്.